ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ശ്രീനിവാസ്, മറുപടി ഇപ്പോൾ അരുൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ നേരത്തെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ KSUമായി ബന്ധപ്പെട്ട പേരുകളും എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട പേരുകളും ആയിരിക്കണം. കുറച്ച് പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പറയാം. ഒന്ന്, അരുണിന്റെ ആദ്യത്തെ സെഷനിൽ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് രണ്ടാമത്തെ സെഷനിൽ അദ്ദേഹം പറഞ്ഞത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നതാണ്. ഈ ചർച്ചയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് അരുൺ തന്നെയാണല്ലോ, ഞങ്ങളല്ലല്ലോ. കേരളത്തിൽ ഇന്ന് പോളിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ ആദ്യത്തെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് വന്നത് എവിടുന്നാണ്? അതിന് രാഷ്ട്രീയമായി ഇടപെടലുണ്ടായത് എവിടുന്നാണ്? SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഇതിനെ രാഷ്ട്രീയമായി കാണണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോ അരുൺ ഇപ്പോ പറഞ്ഞു അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇത്രയും കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് സാർ അഭിനന്ദിക്കേണ്ടി വരിക? അഭിനന്ദിക്കേണ്ടി വരേണ്ടത് സ്പെഷ്യലായിട്ടൊരു ഡ്രൈവ് നടക്കുമ്പോൾ, സ്പെഷ്യലായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അഭിനന്ദിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിന്നെ സമ്മതിക്കണം. മനുഷ്യനല്ലേ മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു 15 ദിവസത്തോളമായി പോലീസും എക്സൈസും നടത്തുന്ന ഈ പറയുന്ന ഉറവിടം തേടിയുള്ള അന്വേഷണങ്ങളിൽ റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും കാലം റിസൾട്ട് ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നത് കേരളീയ സമൂഹം തീരുമാനിക്കട്ടെ. ഒരാളെ കൊല്ലുകയോ കൊലവിളിക്കുകയോ ചെയ്യുമ്പോഴാണ് പോലീസും എക്സൈസും ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോ പ്രിയപ്പെട്ട അരുൺകുമാർ ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു. കേരളം വ്യത്യസ്തമാണ്, പഞ്ചാബ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, കേരളം വലിയ മാറ്റമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തെ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യല്ല. നിങ്ങൾ ആരുമായിട്ടാ കേരളത്തെ കമ്പയർ? UP ആയിട്ടോ, ഗുജറാത്ത് ആയിട്ടോ, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടോ? ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? കേരളം ഒന്നും സവിശേഷമായ ഒരു ഇടമാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം അത് നിങ്ങളാണ്. അത് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കുടുംബങ്ങൾക്കകത്ത്, ക്യാമ്പസുകൾക്കകത്ത്, സോഷ്യൽ മീഡിയയിൽ അതിപ്രസരത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി ആരതിനെ അഡ്രസ് ചെയ്യണം? കാലത്തിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മെഷീനറി വർക്ക് ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ ആണെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതുണ്ടാകണം. അല്ലാതെ UP ആയി കമ്പയർ ചെയ്ത് ഇവിടെ താരതമ്യേന കുറവാണ് എന്ന് പറയല്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാകണ്. ഇവിടെ ഇതിനെ തടുത്തു നിർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. ഒരു കാര്യം ഉറപ്പാണ്, എനിക്കറിയില്ല UP നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഞാൻ പരിശോധിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പരസ്പരം കൊലപാതകങ്ങളും തർക്കങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അത് പരിഹരിക്കപ്പെടേണ്ട ഭരിക്കുന്ന ഭരണകൂടമാണ്. പിന്നെ നിങ്ങളിവിടെ കുറെ പേരുകൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അതിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറയേണ്ടതാണ്. MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിനിധിയായി ഞാൻ പറയുന്നു, ആ പറഞ്ഞതിൽ ഒരു പേര് പോലും ഞങ്ങളുടെ പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരില്ല. ഉണ്ടെങ്കിൽ അയാളെ സ്ഥാനത്തുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ ഒരു പേര് പോലും ഞങ്ങളുടെ പേരുകളല്ല. ഞാൻ അത്രക്കാരൻ എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. കുറെ പേരുകൾ പറഞ്ഞ് ഇതിൽ തർക്കിക്കണ്ട എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തർക്കിക്കണ്ടെന്നേ. ഈ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആത്മാർത്ഥയോട് കൂടി അതിൽ ഇടപെടുകയാണ്, ഞങ്ങൾക്ക് അതിൽ ആത്മാർത്ഥയുണ്ട്. ഞാൻ രണ്ട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ, പാക്കറ്റ് പിടിച്ചതിന്റെ പേരിൽ ജയിൽ കൊണ്ടുപോയ 281/2025 കേസിലെ പ്രതികളെ പുറത്തിറക്കിയ ഏരിയ ഭാരവാഹികളെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ആ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ ആ പ്രതികളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ അവരെ ഉള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുക. ആ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ നടപടിയെടുക്ക്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇന്ന് കളമശ്ശേരി ITയിൽ ഉണ്ടായി. നമ്മളെല്ലാവരും കളമശ്ശേരി പോളിയിലെ വാർത്ത കണ്ടു. തൊട്ടപ്പുറത്ത് മഹാരാജാസ് കോളേജ് ഉണ്ട്, ഞങ്ങൾക്കൊക്കെ യൂണിറ്റുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ എന്താ കേരളീയ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്? SFIയുടെ കൊടി പിടിച്ചാൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വരും. SFIയുടെ കൊടി പിടിച്ചാൽ ചാനൽ എന്നെ ന്യായീകരിക്കാൻ ആൾ വരും. SFIക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചടപട എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോകാൻ ആളുണ്ടാകും. ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വിചാരിക്കേണ്ടത്? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാൻ വന്നതല്ലേ? തുപ്പാൻ വന്നതല്ല, എന്റെ തടി തപ്പാൻ വന്നതാ. അങ്ങനെ ഒരു മെസ്സേജ് ആണോ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കേണ്ടത്? അല്ല, അങ്ങനെ ഒരു മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ തർക്കമല്ല ശ്രീ അരുൺകുമാർ. ഞാൻ പറയും, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ശൈലിയെ മാറ്റണം. SFIയോട് നിങ്ങൾ പറയണം,
മിനിറ്റുകൾ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നത് ആരെയാണ്? ഈ കഞ്ചാവ് കേസിലെ പ്രതികളാണ്. എന്റെയും നിങ്ങളുടെ പണി എന്താണ്? ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന MDM ഉപയോഗിക്കുന്ന ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നവരെ പോലീസിന് പിടിച്ചു കൊടുക്കേണ്ട പണിയാണ്. എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം മറുപടി അരുണ് മറുപടി. പ്രിയപ്പെട്ട നവാസെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ താങ്കൾ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ക്രൈം നമ്പർ 281/2025 ആ കേസ് സ്റ്റേഷൻ ജാമ്യമുണ്ട്. ഒരു ജയിലിലും ഒരു കോടതിയിലേക്കും കൊണ്ടുപോയിട്ടില്ല. ഇതെവിടത്തെ ന്യായം? അയ്യ, അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല. അതായത് 0.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ സൈഡിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടല്ലോ. ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് അപ്പൊ തന്നെ വിടും. അവിടെ ഒരാളും പോയി ജാമ്യം എടുക്കേണ്ട, ഒരു വക്കീലും പോകണ്ട. മാതാപിതാക്കളെ തർക്കമല്ല, അതല്ലല്ലോ പറയുന്നത്. പറഞ്ഞിട്ടില്ല. ഇവൻ പറയുന്ന നോക്കണ്ട. ഇവനിപ്പോ ഇങ്ങനെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പൂർണ്ണമായും തള്ളിപ്പറയുകയാണെങ്കിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പോകുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? അവരെ വീട്ടുകാർ പോട്ടെന്നേ, അവരുടെ കുട്ടികളാണല്ലോ ഈ വിപത്തിൽപ്പെട്ടിരിക്കുന്നത്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ആ ക്രൈമിൽ രക്ഷിതാക്കളെ ഒരു തരത്തിലും ജില്ലാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച കേസില് എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ, അപ്പടിയാ? പിന്നല്ലാതെ.